എമ്മ വാങ്ങിച്ചതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുവാണേ. എനിക്കാണെങ്കിൽ അങ്ങോട്ടും അനക്കാൻ വയ്യ, ഇങ്ങോട്ടും അനക്കാൻ വയ്യ. ചേട്ടന്മാർ കൊണ്ടുവന്ന് അകത്ത് കൊണ്ടുവന്ന് വെച്ചത് തന്ന കാരണം അത് അവിടെ തന്നെ ഇരിക്കുക. പിന്നെ ചേച്ചിയും കൂടെ വന്നപ്പോഴത്തേക്കും ചേച്ചിയും ഞാനും കൂടെ വലിച്ചത് അകത്തോട്ട് കൊണ്ടുവന്ന് വെച്ച്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീട് പണി നടക്കുന്ന കാരണം അവിടെ എല്ലായിടവും കുളമായി കിടക്കുമായിരുന്നു. അപ്പോൾ ഒതുക്കിയ ശേഷമാണ് നമ്മൾ അത് റൂമിലോട്ട് കയറ്റിയത് കേട്ടോ. അന്ന് തന്നെ ഞാൻ പൊട്ടിച്ച്. കാരണം എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കൊറിയർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊട്ടിച്ച് നോക്കാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇങ്ങനെ സമാധാനം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അന്ന് തന്നെ ഞങ്ങളത് പൊട്ടിച്ച് കേട്ടാം. എനിക്കത് ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ പൊട്ടിക്കാം. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് രാത്രി പൊട്ടിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊരു സമാധാനമില്ല, പൊട്ടിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ വീടൊക്കെ ഒന്ന് ഒതുക്കി വെച്ചും പെട്ടെന്ന് ഞങ്ങൾ പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്ന് പൊട്ടിക്കാനായിട്ടിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്നത് കാരണമാണ് പിന്നെ പതിയേക്ക് അങ്ങനെ ഇത് പൊട്ടിക്കുക. പിന്നെ ഈ പ്ലാസ്റ്റിക് പൊട്ടിക്കാൻ നേരത്ത് ചേച്ചി എന്നോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ, വലിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി തന്നെ അത് വലിച്ച് നോക്കി. അപ്പോൾ എന്നെക്കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിക്കുക. കാരണം വീഡിയോ എടുക്കാൻ വേറെ ആരും നമ്മുടെ കൂടെ ഇല്ലല്ലോ. അച്ഛനും അമ്മയും നല്ല ഉറക്കമാണ്. അത് ഏത് സമയം നോക്കണം, 1:45 ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. ചെറിയ വട്ടമൊന്നുമില്ല, മുഴുത്ത വട്ടമാണ്. ഞങ്ങൾ ഈ കാര്യം ചെയ്തത് ആരും അറിഞ്ഞില്ല, അച്ഛനും അറിഞ്ഞില്ല, അമ്മയും അറിഞ്ഞില്ല. ഞങ്ങൾ റൂമിൽ കയറി കതക് അടച്ചിട്ടാണ് ഈ പരിപാടി മുഴുവൻ നടത്തിയത്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഒച്ചയും ബഹളവും ഇട്ട് സന്തോഷവും എല്ലാം കൂടെ കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് തന്നെ. സന്തോഷമുണ്ട്, പക്ഷേ ഞാനത് ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് തന്നെ എല്ലാം ചെയ്യുക. കാരണം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ ചേച്ചി എനിക്കിത് ആഗ്രഹം സാധിച്ചു തന്നില്ലേ. ഞാൻ വീട്ടിൽ പറയുമായിരുന്നു എൻ്റെ കട്ടിലിൽ ബെഡില്ല. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ബെഡ് വാങ്ങിക്കോണം, എനിക്ക് എമ്മ തന്നെ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. വേറെ ബെഡൊന്നും എനിക്ക് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചേച്ചി എനിക്ക് വാങ്ങിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ചേച്ചി ആർക്കെങ്കിലും ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സാധിച്ചു തരുന്നില്ലേ. അതിനും വേണം ഒരു